ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂൾ ഉച്ചക്കായിരുന്നു, എക്സാം ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഒരു ക്രാഫ്റ്റ് ആക്കാൻ നേരത്തെ ഞാൻ ഒരു ബുക്ക് ഉണ്ടാക്കി കാണിച്ചിടാം. കമോൺ. അപ്പോൾ ഞാൻ ഒന്ന് മീത്തൊക്കെ വരുന്നുണ്ട്. മീത്താണ് എൻ്റെ റൂം. പറ്റിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ തുറക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് കുറച്ചൊക്കെ പണിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഗ്ലൂ ഗണ്ണ് വന്നിട്ടുണ്ടായി ഓർഡറാക്കി. ഇപ്പോൾ വരുന്നില്ല. ഇതൊക്കെ ഞാൻ ആക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ബുക്കാക്കാം. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ബുക്സാണ്. കണ്ടോ, ബുക്ക് ഉണ്ടാക്കി 2 കവർ സ്റ്റിക്കർ ഒട്ടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിന് വേണ്ടി ഒരു A4 ഷീറ്റ് വേണം. ആദ്യം A4 ഷീറ്റ് ഒന്നെടുക്കാം. ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി A4 ഷീറ്റിൽ ബുക്ക് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ആദ്യം ആവശ്യം A4 ഷീറ്റാണ്. ഈ ബുക്ക് ഉണ്ടാക്കാൻ തുടങ്ങി അതായത് നമ്മൾ ഇതിനെ നന്നായി ഒന്ന് ഷേപ്പിലൊന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. ഞാനും അങ്ങനെ ഒന്ന് മടക്കിയെടുത്തു. ഇനി അതേപോലെ തന്നെ മറ്റേ സൈഡും ഒന്ന് മടക്കിയെടുക്കണം. മറ്റേ സൈഡും ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇവിടെയും അതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. സൈഡ് ഒരേപോലെ മടക്കിയെടുത്തു. അതിനുശേഷം അതേ വാക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുണ്ടാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കാൻ സാധിക്കും. അതിനുശേഷം ഇനി ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു സ്കെയിലാണ്. ഒരു സ്കെയിൽ ഇതാ വെച്ച് ഇവിടെ അളന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കും. സ്കെയിൽ തന്നെ വേണമെന്നില്ല. ഇല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കത്രികയോ മറ്റോ മതി. ആദ്യം നടുവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കത്രിക വെച്ചാണ് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി ഓരോ പീസാക്കരുത്. ഇങ്ങനെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ 4 പീസസ് കിട്ടും. ഇനി എല്ലാം കത്രിക ഉപയോഗിച്ച് നടുവെന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കമോ. അപ്പോൾ കത്രിക ഉപയോഗിച്ച് എല്ലാം ഒന്ന് ഇങ്ങനെ കട്ടാക്കി പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഒരുമിച്ച് വെക്കണം. അപ്പോൾ എല്ലാം ഒന്ന് ഒരുമിച്ച് വെക്കാം നമുക്ക്. ഇനി നമ്മൾ ഇതേപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സീൽ വന്നിട്ടുണ്ടാവും. അതിനെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റാപ്ലെയർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റാപ്ലെയർ അടിച്ചെടുത്തിട്ടുണ്ട്. 3 പിന്നാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ ഇങ്ങനത്തെ ഒക്കെ ബുക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിപ്പോൾ തുറക്കാം. കണ്ടോ, അതേപോലെ ബുക്കാണ്. ഇനി ഈ സമയമാണ് നമുക്ക് വേണ്ടത് കവായി സ്റ്റിക്കർ. അതിന് വേണ്ടി ഇതിൽ നിന്ന് ഞാൻ അഴുത്താൻ പോകുന്നത് ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കണം മാച്ച് ഉണ്ടോ. ഞാൻ കരുതി ഈ പെണ്ണിനെ ഒട്ടിക്കണോ ഇതൊട്ടിക്കണോ കൺഫ്യൂഷനായി. അപ്പോൾ നിങ്ങളൊക്കെ ആക്കുമ്പോൾ ഇതിനേക്കാൾ തടിയുള്ള നോട്ട് വേണേ 2 A4 ഷീറ്റ് ഞാൻ കാണിച്ച പോലെ തന്നെ ആക്കി പിന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് ഒന്ന് നമുക്ക് അഴുത്തി ഒട്ടിക്കാം. ഞാൻ അഴുത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യൂട്ട് കവായി നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇനി ഇതും കൂടി ഒന്ന് വെക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീറ്റിയായിട്ടാണ് വെക്കണം, സ്ഥലമില്ല. ഇനി ഈ 3 എണ്ണം കൂടിയൊക്കെ വെച്ച് നമുക്കിനി ഒന്ന് സെറ്റാക്കാം.